രംഗത്ത് രാജ്യത്ത് മുൻനിര സംസ്ഥാനമായി മാറാൻ കേരളത്തിന് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈറ്റ്ല വെൽകെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ഏക്കറിലായി പണി പൂർത്തിയായ കെട്ടിടത്തിൽ 2 ബ്ലോക്കുകളിലായി 350 കിടക്കകളാണ് ഒരുക്കിയിരിക്കുന്നത്. അവയവം മാറ്റിവെക്കൽ കേന്ദ്രവും ക്യാൻസർ ചികിത്സാ കേന്ദ്രവും അടുത്ത ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വെൽകെയർ ഗ്രൂപ്പ് ചെയർമാൻ PM സെബാസ്റ്റ്യൻ ചടങ്ങിൽ വൈറ്റിലയിൽ വെൽകെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എറണാകുളത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് വെൽകെയർ ഹോസ്പിറ്റൽ. വെൽകെയർ ഹോസ്പിറ്റലിനോടനുബന്ധമായി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം നല്ല പുതിയൊരു ചൂടുവെപ്പ് കൂടി നടത്തുന്നതെന്നത് സന്തോഷകരമായ കാര്യം. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ആരോഗ്യ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാനും പലതരത്തിലുള്ള പുതിയ ആതുര സേവന പദ്ധതികൾ ഏറ്റെടുക്കാനും വെൽകെയർ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹെൽത്ത് ടൂറിസം കുതിച്ചുയരുന്ന ഒരു വ്യവസായ മേഖലയായി മാറി. താങ്ങാവുന്ന ചെലവിൽ മികച്ച ചികിത്സ ലഭിക്കുക, ഉയർന്ന നിലവാരമുള്ള ആതുര ശുശ്രൂഷ രംഗമുണ്ടാകും, ആയുർവേദ, യോഗ തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ സംവിധാനമുണ്ടാകും. ഇവയെല്ലാമാണ് വിദേശത്ത് നിന്ന് ധാരാളം പേരെ ഇവിടത്തേക്ക് ആകർഷിക്കും. കുറഞ്ഞ ചികിത്സാ ചിലവ്, ഉയർന്ന നിലവാരം, മികച്ച സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ കാത്തിരിപ്പ് സമയം, ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള ജീവനക്കാർ എന്നിവ ഹെൽത്ത് ടൂറിസം രംഗത്ത് കേരളത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വെൽകെയർ ഗ്രൂപ്പ് ചെയർമാൻ PM സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ വ്യാപാര തലസ്ഥാനമായ കൊച്ചി ദീർഘദർശികളായ നേതാക്കളുടെ പ്രയത്നഫലമായി ഇന്ത്യയിലെ തന്നെ പല വലിയ നഗരങ്ങളെക്കാളും വളരെ വേഗത്തിൽ വളർന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആവശ്യം മനസ്സിലാക്കിയാണ് 350 ബെഡുകളുള്ള പുതിയ ആശുപത്രി സമുച്ചയം എന്ന ആശയം രൂപപ്പെട്ടു. അത്യാധുനിക ട്രാൻസ്പ്ലാന്റ് സെന്റർ ആൻഡ് ക്യാൻസർ സെന്റർ ഉടൻ തന്നെ ആരംഭിക്കും. MP-മാരായ ഹൈബി ഈഡൻ, K. ഫ്രാൻസിസ് ജോർജ്, MLA ഉമ തോമസ്, മേയർ M. അനിൽകുമാർ, മുൻ മന്ത്രി EP ജയരാജൻ, വെൽകെയർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സിബിൻ സെബാസ്റ്റ്യൻ, ആശുപത്രി CEOയും ഡീനുമായ ഡോക്ടർ PS ജോൺ, ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓങ്കോളജി സെന്റർ ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ MV പിള്ള, മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സാണ്ടർ കൂടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. സാധാരണക്കാരായ അല്ലെങ്കിൽ ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ സർക്കാർ ആശുപത്രിയെ മാത്രം ആശ്രയിക്കുന്നു എന്ന സങ്കല്പം എപ്പോഴേ മാറിയിരിക്കുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക്, ഏറ്റവും ബെസ്റ്റ് ട്രോമ കെയർ കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ എത്തിച്ചേരുന്നത് എറണാകുളത്തെ സംബന്ധിച്ച് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. MLA-മാരായ TJ വിനോദ്, K. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 2 ഏക്കറിലായി പണി പൂർത്തിയായ കെട്ടിടത്തിൽ 2 ബ്ലോക്കുകളിലായി 350 കിടക്കകളാണ് വെൽകെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അവയവം മാറ്റിവയ്ക്കൽ കേന്ദ്രവും ക്യാൻസർ ചികിത്സാ കേന്ദ്രവും അടുത്ത ഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് ആശുപത്രി ചെയർമാൻ PM സെബാസ്റ്റ്യൻ പറഞ്ഞു. 2011 ലോകത്തെ ഏറ്റവും പ്രശസ്തരായ 2 വൈറോളജിസ്റ്റുകൾ, ഡോക്ടർ റോബർട്ട് ഗാലോ, അദ്ദേഹമാണ് HIV വൈറസ് കണ്ടുപിടിച്ചത്, ഡോക്ടർ വില്യം ഹാൾ, ഹെപ്പറ്റൈറ്റിസ് വൈറസിൻ്റെ പ്രവർത്തനം. ഇവർ രണ്ടുപേരും ഒരു പ്രവചനം നടത്തി ഇനിയുള്ള കാലം ഈ ലോകം നമ്മളെ ഭയപ്പെടുത്താൻ പോകുന്നത് ന്യൂക്ലിയർ യുദ്ധം കൊണ്ടോ ഭൂകമ്പം കൊണ്ടോ സുനാമി കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. വൈറസുകൾ നിമിത്തമുള്ള മഹാമാരികളുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ മരണമടയും. 1911 പറഞ്ഞാണ്. ഇത് തടയണമെങ്കിൽ ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാർ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ വന്ന ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.